ഹായ്. സർവം മായ. മായോ അല്ല, മയോ മായോ അങ്ങനെ എന്തോ. സർവം മായ. ഇന്ന് നിവിൻ ബർത്ത്ഡേ ആണ്, October 11. ഹാപ്പി ബർത്ത്ഡേ നിവിൻ പോളി. അതുപോലെ ബേബി ഗേൾ എന്ന സിനിമയുടെ നിവിൻ പോളിയുടെ ഗരുഡൻ സിനിമ ഡയറക്ടർ അരുൺ വർമ്മ ഡയറക്ട് ചെയ്യുന്ന സിനിമ, അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് സർവമയയുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്. ഈ പുള്ളി ഉണ്ടല്ലോ, ഒരു കാലത്ത് മോഹൻലാലിന് വരെ കോമ്പറ്റീഷൻ കൊടുത്താണ്. നമുക്കറിയാം നിവിൻ പോളിയുടെ ഒരു ക്രൗഡ് ഏത് ലെവലിലുള്ള ക്രൗഡ് പുള്ളാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ത വാട്ടി മിസ്സാവാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ അഖിൽ സത്യനാണ്, ഫ്രം ദ സൺ ഓഫ് ലെജൻഡറി ഡയറക്ടർ സത്യൻ അന്തിക്കാട്. പിന്നെ അതുപോലെ തന്നെ അനൂപ് സത്യനും ഓൾറെഡി സിനിമ ചെയ്തിട്ടുണ്ട്, പറഞ്ഞ ആവശ്യമുണ്ട്. അഖിൽ സത്യൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ പാച്ചും അത്ഭുതങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിയുടെ രണ്ടാമത്തെ സിനിമയാണ് സർവമായ. ഇതിന്റെ ഒരു ടീസറിന്റെ ഒരു തുടക്കത്തിൽ ചില വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ നിവിൻ പോളി എന്തൊക്കെയോ ഇങ്ങനെ പുള്ളി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എവിടേക്കോ പുള്ളി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മിററിന് മുമ്പിൽ ഒന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സീനുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീൻ അല്ല, ഇത് കഴിഞ്ഞിട്ടൊരു സീൻ ഉണ്ട് കാണിച്ചത്. ഇതൊന്ന് നിവിൻ അജു കോംബോ, നിവിൻ പോളി അജു വർഗീസ് കോംബോ മലയാളത്തിൽ ഒരു ഭയങ്കര ഐക്കോണിക് കോംബോ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അവരുടെ ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഈ വർക്കൗട്ട് ആയ ഒരു ടീസറിൽ തന്നെ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ റിലീസ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഡിസംബർ സമയത്താണ് തോന്നുന്നു. ക്രിസ്മസ് 2025. ഇതും ബബ്ബെ ഒരുമിച്ച് ഇറങ്ങുമെന്നാണ് എനിക്ക് സംശയം, അറിയത്തില്ല. എന്തായാലും ടീച്ചർ കണ്ടുനോക്കുക. ആകെ 1 മിനിറ്റ് എന്തോ ഉള്ളൂ, 1 മിനിറ്റും അതെ 1 മിനിറ്റ് 7 സെക്കൻഡ് എന്തോ ഉള്ളൂ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ടീച്ചർ. സെക്കൻഡ് ഒന്ന് ഫോക്കസ് ആകട്ടെ. ആകെ 1 മിനിറ്റും 7 സെക്കൻഡ് എന്തോ ഉള്ളൂ ഇതിന്റെ ടീച്ചർ. ഏതായാലും നിവിന്റെ ഒരുപാട് നല്ലൊരു തിരിച്ചുവരവ് ആവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എവിടെയൊക്കെയോ നല്ലൊരു ഫ്രെയിംസ്, നല്ലൊരു സിനിമാറ്റോഗ്രാഫി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കുമ്പോ നമുക്ക് എവിടെയൊക്കെയോ നിവിന്റെ ആ ഒരു പഴയ നിവിനിസം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം ഈ ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ടീസർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കാസ്റ്റും ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ജസ്റ്റിൻ പ്രഭാകർ മ്യൂസിക്, ശരൺ വേലായുധന്റെ സിനിമാറ്റോഗ്രാഫി, അനിൽ രാധാകൃഷ്ണൻ, സമീര, സനീഷ് കോസ്, ബിജു തോമസിന്റെ കാലേ കിങ്സൺ. നല്ല ആക്ഷൻ സീക്വൻസ് ഈ പടത്തിൽ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കാം. എനിക്കിഷ്ടപ്പെടുന്ന ടീസർ. ടീസർ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയത്തൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ അഭിപ്രായം ഇരിക്കാം. കുറെ നാളെ മിസ്സിങ് ആയിരിക്കുന്ന ആളാണ് നിവിൻ. അപ്പൊ നിവിന്റെ ഒരു നല്ലൊരു കംബാക്ക് ഇപ്പൊ ബെൻസ് എന്ന സിനിമയിൽ വരുന്നുണ്ട്, വോൾട്ടർ എന്ന ക്യാരക്ടറിന്, ബേബി ഗേൾ വരുന്നുണ്ട്, പിന്നെ ഫാർമ എന്ന സീരീസ് വരുന്നുണ്ട്, മൾട്ടിവേഴ്സ്, മന്മഥം, ഇതെല്ലാം നല്ലൊരു വരട്ടെ. അപ്പൊ ഇതായിരിക്കും ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹം. എന്തായാലും ടീച്ചറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.